പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു TV ഡിബേറ്ററാണ് ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തത് അദ്ദേഹം ദിലീപ് നടിയാക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധിന്യായം വിശകലനം ചെയ്തുകൊണ്ട് ദിലീപിൻ്റെ വാദങ്ങൾക്ക് അനുകൂലമായി അദ്ദേഹം നടത്തിയ ഒരു വിശകലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പൊതുവിൽ ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംശയം വേണ്ട, കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമായി കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരു TV ചർച്ചക്കാരനാണ് ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ എന്നതാണത്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വിശദമായി ഞാൻ സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദിലീപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന് ഈ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ബന്ധമില്ല എന്ന് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് കുറേ വീഡിയോകൾ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ മാത്രമല്ല മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ ചെന്ന് വളരെ വോസിഫറസായി, വളരെ ശക്തമായി ദിലീപിന് അനുകൂലമായി വാദങ്ങൾ അവതരിപ്പിച്ചിരുന്നു. സ്വാഭാവികമായി സംബന്ധിച്ച് രണ്ട് അഭിപ്രായമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായി എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യത്തെ ആ വീഡിയോ കൺക്ലൂഡ് ചെയ്തത് ഈ ശ്രീജിത്ത് പണിക്കർ ഈ ഡിസംബർ 8-ാം തീയതി തിരുവനന്തപുരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇറക്കിയ വിധിന്യായം വിശകലനം ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നുവെങ്കിലും ആ വീഡിയോകളിൽ ഒന്നും തന്നെ ഈ ADGP ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് തിരുവനന്തപുരം എറണാകുളം സെഷൻസ് കോടതി വിധിന്യായത്തിൽ പറയുന്ന ഭാഗങ്ങൾ അത് അദ്ദേഹം തൻ്റെ വീഡിയോ വിശകലനത്തിൽ അദ്ദേഹം കൊണ്ടുവന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബാലേന്ദ്രകുമാറിനുള്ള ബന്ധം അത് കോടതി പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ കണ്ടിരുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ സഹോദരി ജില്ലാ ജഡ്ജിയായിട്ടുള്ള ശ്രീകല സുരേഷിന് ഈ വിഷയത്തിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ വിശകലനങ്ങളിൽ കണ്ടില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് പറയുന്ന സമയത്തും ശ്രീജിത്ത് പണിക്കറിൻ്റെ വീഡിയോ വിശകലനത്തിൽ ഇനിയെങ്കിലും ആ വിഷയം വരും എന്നുമുള്ള ഒരു പ്രതീക്ഷ ഞാൻ നിലനിർത്തിയിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീജിത്ത് പണിക്കർ ഈ വിഷയത്തിൽ മാത്രമല്ല മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ വിശ്വാസയോഗ്യമായി കാര്യങ്ങൾ പഠിച്ച് എതിരാളികളെ നിലംപരിശാക്കുന്ന ഒരു സമീപനം വിജയകരമായി സ്വീകരിക്കുന്ന ഒരാളായിരുന്നു ശ്രീജിത്ത് പണിക്കർ. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ചർച്ചയിലൊക്കെ വളരെ വൈകാരികമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വളരെ സൗമ്യമായി, വളരെ സൗമ്യതയോടുകൂടി, വളരെ സമചിത്തതയോടുകൂടി, ഒട്ടും വൈകാരികമായിട്ടല്ലാതെ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ കുറച്ച് കാലമായി ദൃശ്യമാധ്യമങ്ങളിൽ വളരെ വിജയകരമായി അനുവർത്തിച്ചു ഇരുന്നത്. അതുകൊണ്ട് തന്നെ പല ശ്രീജിത്ത് പണിക്കരുടെ ഒരുപാട് TV ചർച്ചകളൊക്കെ തന്നെ വലിയ തോതിൽ വൈറലാവാറുണ്ടായിരുന്നു. ട്രോളന്മാരുടെയൊക്കെ തന്നെ വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ ആ സാഹചര്യത്തിൽ ശ്രീജിത്ത് പണിക്കർ വളരെ വിശ്വാസ്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ശ്രീജിത്ത് പണിക്കരെ ഈ ADGP ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയം തൻ്റെ വീഡിയോ വിശകലനത്തിൽ ഇനിയെങ്കിലും അദ്ദേഹം അത് പ്രതിപാദ്യ വിഷയമാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് സുഹൃത്തുക്കളെ. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ തൻ്റെ വീഡിയോ വിശകലനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. ഞാനത് ഇന്ന് ഇത്തിരി വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ശ്രീജിത്ത് പണിക്കരുടെ ഈ യൂട്യൂബ് ചാനൽ ഞാനെടുത്ത് നോക്കുമ്പോൾ, ശ്രീജിത്ത് പണിക്കർ ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 വീഡിയോകൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് അതിൻ്റെ വ്യൂവർഷിപ്പ് നമ്മൾ ആലോചിച്ചപ്പോൾ. യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ 1 ലക്ഷത്തിൽ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അതില്ലാത്ത ആളില്ല. ഉള്ള ഒരാൾ ഷാജൻ സ്ക്രൈയാണ്. ഷാജൻ സ്ക്രൈ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റായി ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പം ഞാൻ ശ്രീജിത്ത് പണിക്കർ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വിശകലനം ചെയ്തുകൊണ്ട് നടത്തിയ 10 വീഡിയോകൾ നോക്കിയപ്പോൾ അതിൽ 1 വീഡിയോ മാത്രമാണ് 96,000 എന്നുള്ളത് കണ്ടത്. അതാണ് ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് 4.4 ലക്ഷമാണ് ഏറ്റവും കൂടിയ വ്യൂവർഷിപ്പ്. അപ്പം ഏതാണ്ട് 96,000 മുതൽ 4,40,000 വരെയാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന് അനുകൂലമായി, ദിലീപിന് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്ത 10 വീഡിയോകളുടെ വ്യൂവർഷിപ്പ്. അതിലാദ്യത്തെ അതിൻ്റെ പേര് ദിലീപ് കേസിൽ നിന്നും മലയാളികൾ പഠിക്കേണ്ട പാഠം. അതാണ് ആദ്യത്തെ വീഡിയോ. അത് ഏതാണ്ട് 13 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൻ്റെ വ്യൂവർഷിപ്പ് 4.4 ലക്ഷമാണ്. അതിനുശേഷമാണ് ദിലീപ് കേസ് വിധി വിശകലനം ആരംഭിക്കുന്നത്. അത് 9 വീഡിയോകളാണ് ആ സീരീസിൽ ശ്രീജിത്ത് പണിക്കർ ചെയ്തത്. അതിലൊന്ന് ഹാഷ് വാല്യൂ കോടതി രേഖകൾ മൊബൈലിൽ ബൈജു പൗലോസ് എന്നുള്ളതാണ്. 2 സൗണ്ട് തോമ സെറ്റിലെ ഗൂഢാലോചന വ്യാജക്കഥ പൊളിഞ്ഞതെങ്ങനെ, ബൈജു പൗലോസിൻ്റേത് നാണം കെട്ട ശ്രമം എന്ന് കോടതി പറഞ്ഞത് എന്തുകൊണ്ട്, അതാണ് രണ്ടാമത്തത്. അത് രണ്ടും 2 ലക്ഷമാണ്. അടുത്തത് ദിലീപ് ആശുപത്രി വാസത്തിൻ്റെ വ്യാജരേഖ ചമച്ചു എന്ന നുണക്കഥ പോലീസിൽ പൊളിഞ്ഞു, കോടതിയിൽ പൊളിഞ്ഞു, അത് 1 ലക്ഷം. അബാദ് പ്ലാസയിലെ ഗൂഢാലോചന പൊളിഞ്ഞത്, അത് 1.5 ലക്ഷം. ജോർജേട്ടൻ പൂരമിൻ്റെ സെറ്റിൽ നടന്ന ഗൂഢാലോചന പൊളിഞ്ഞത്, അത് 1.2 ലക്ഷം. ജോയിസ് പാലസിലെ ഗൂഢാലോചന പൊളിഞ്ഞത് 1.4 ലക്ഷം. നാദിർ ഷാ പൾസർ സുനിക്ക് 30,000 രൂപ കൊടുത്തതെങ്ങനെയെന്ന നുണക്കഥ പൊളിഞ്ഞത്, അത് 1 ലക്ഷം. ആകപ്പാടെ 1 ലക്ഷത്തിൽ കുറവുള്ളത് ദിലീപും സുനിയും തമ്മിലെ ശാന്തിരി കോളേജ് ഗൂഢാലോചന പൊളിഞ്ഞത്, അത് മാത്രമാണ് 96,000. പിന്നെ 9ാമത്തത് ബാലചന്ദ്ര കുമാർ എന്ന് പറയുന്നതാണ്. അത് ദിലീപ് കേസിലെ 9ാമത്തെ വിശകലനമാണ്. അത് 30 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. അത് 1.1 ലക്ഷം. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ ഈ 1714 പേജുള്ള ഈ വിശകലനം, ഈ വിധിന്യായം ഒരുപക്ഷെ ഏറ്റവും കൂലങ്കഷമായി, ഏറ്റവും ആഴത്തിൽ വിശകലനം ചെയ്തത് ശ്രീജിത്ത് പണിക്കരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യൂട്യൂബിൽ ഇത്രയും ആഴത്തിലുള്ള ഒരു വിശകലനം ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടും ഇതിനും ഉണ്ടായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ആ 10 വീഡിയോകളും ദിലീപിന് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വിശകലനാത്മകമായി ചെയ്തിട്ടുള്ള വീഡിയോകളാണ്. അതിലേറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് 4.4 ലക്ഷമാണ്. ഏറ്റവും കുറവ് 96,000. ബാക്കിയെല്ലാം 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിലാണ്. അപ്പം ഇതുപോലൊരു വിശകലനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളെ യൂട്യൂബിലൊന്നും നമുക്ക് അടുത്ത കാലത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ നോക്കിയാൽ ശ്രീജിത്ത് പണിക്കർ നടത്തിയിട്ടുള്ളത് ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സമചിത്തതയോടുകൂടി, വളരെ സൗമ്യമായി, കാര്യകാരണസഹിതം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന്, അതിൻ്റെ വ്യൂവർഷിപ്പിൽ നിന്ന് തന്നെ എന്തുമാത്രം അംഗീകാരം യൂട്യൂബ് കാണുന്നവരിൽ നിന്ന് ആ വീഡിയോകൾക്കെല്ലാം ഉണ്ടായി എന്നുള്ളത് വളരെയേറെ പ്രകടമാണ്. അതാണ് 96,000 മുതൽ 4,40,000 വരെയാണ് അതിൻ്റെ വ്യൂവർഷിപ്പ്. ഇതുകൂടാതെയാണ് ദിലീപിന് അനുകൂലമായി ശ്രീജിത്ത് പണിക്കർ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നടത്തുന്ന വലിയ പോരാട്ടം. അതിലൊന്നും എനിക്ക് ഒരു അഭിപ്രായവ്യത്യാസമില്ല, അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ കേസ് അട്ടിമറിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ കേസ് പൊളിയുന്നതിൽ, അല്ലെങ്കിൽ ഈ കേസ് പൊളിക്കുന്നതിൽ ബാലേന്ദ്രകുമാറിന്റെ 2ാമത്തെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള ADGP S ശ്രീജിത്ത് നടത്തിയ നാണംകെട്ട കളികൾ
ഈ വിധിന്യായത്തിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? പറയേണ്ടത് എന്താണ്? ശ്രീജിത്ത് പണിക്കർ പറയുന്ന ഈ അന്വേഷണം പൊളിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെല്ലാം പൊളിഞ്ഞതും പ്രത്യേക അന്വേഷണ സംഘ തലവനായി ദീർഘകാലം ശ്രീജിത്ത് ഇരുന്ന സമയത്താണ് എന്ന് നമ്മൾ കാണണം. ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ശ്രീജിത്തിനെ മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാതെ പോയത് ബൈജു പൗലോസിന്റെ കുഴപ്പം മാത്രം കൊണ്ടല്ല, ആ അന്വേഷണ സംഘ തലവനായിട്ടുള്ള ശ്രീജിത്തിന്റെ കുഴപ്പം കൊണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ശ്രീജിത്തായിരുന്നു സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്നു എത്രയോ 1-2 വർഷക്കാലം എന്നാണ് എൻ്റെ ഓർമ്മ. അതെന്തുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ കാണാതെ പോയത് എന്നത് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോകളുടെയൊക്കെ തലവാചകം, ഞാൻ എൻ്റെ കൂടുതൽ എൻ്റെ കണ്ടന്റിലേക്ക് പോലുള്ള തലവാചകം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ കുഴപ്പക്കാരൻ ബൈജു പൗലോസാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ബൈജു പൗലോസ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നുള്ളൂ. അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുത്തയാൾ ADGP S ശ്രീജിത്ത് ആയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീജിത്തിൻ്റെ പരാജയമല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ബൈജു പൗലോസിനേക്കാൾ ശ്രീജിത്തിൻ്റെ പരാജയമല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ആണെങ്കിലും അതിൻ്റെ അന്വേഷണ സംഘത്തലവൻ H വെങ്കടേഷ് അല്ലേ? H വെങ്കടേഷിൻ്റെ പരാജയമല്ലേ ഈ കേസ് പൊളിഞ്ഞാലുണ്ടാവുക? അല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആണോ? അല്ല. പക്ഷേ ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോയിലും ഈ അന്വേഷണ സംഘത്തലവനായിട്ടുള്ള ADGP S ശ്രീജിത്തിനുണ്ടായ പരാജയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് സംശയമാണ്. എല്ലായിടത്തും ബൈജു പൗലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ശ്രീജിത്തിന് ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ളൊരു വീഴ്ചയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ അത് പറയാതിരിക്കാൻ വയ്യ. ശ്രീജിത്തിനുണ്ടായിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട പരാജയങ്ങൾ. ശ്രീജിത്തിൻ്റെ അന്വേഷണമാണ് പൊളിഞ്ഞ് പാളീസായത്. അത് മറച്ചു വെച്ചുകൊണ്ട് ബൈജു പൗലോസിൻ്റെ അന്വേഷണം പരാജയപ്പെട്ടു എന്ന് വരുത്താൻ വേണ്ടി ശ്രീജിത്ത് മനഃപൂർവ്വം ഒരു ശ്രമം നടത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ബാലേന്ദ്രകുമാറിന് വലിയ ബന്ധമുണ്ടായിരുന്നു. ശ്രീജിത്തുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ബാലേന്ദ്രകുമാറിന് ബന്ധമുണ്ടെന്നുള്ളത് കോടതി വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ജഡ്ജി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷ് എന്ന് പറഞ്ഞൊരു ജഡ്ജ് ഈ കേസ് അട്ടിമറിക്കാൻ ബാലേന്ദ്രകുമാറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതെന്നുമായി ബന്ധപ്പെട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. തലശ്ശേരി വിൽ കോൾ അങ്കമാലി ആഫ്റ്റർ കോർട്ട് അവേഴ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. തലശ്ശേരി എന്ന് പറഞ്ഞ് ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷാണ്. അങ്കമാലി എന്ന് പറഞ്ഞ് ശ്രീജിത്തിൻ്റെ ജാമ്യാപേക്ഷ അന്നേരം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അങ്കമാലിയിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. താഴെ 2-3 സെൻറ്റൻസ് കഴിയുമ്പോൾ തലശ്ശേരി വിൽ സ്പീക്ക് ടു ST ആൻഡ് വിൽ ഫൈനലൈസ് ദ ഡീൽ എന്ന് പറയുന്നുണ്ട്. ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷാണ് തലശ്ശേരി. ST എന്ന് പറയുന്നത് ദിലീപിന് ജാമ്യം കൊടുത്ത ഹൈക്കോടതി ജഡ്ജിയാണ്. അവർ തമ്മിൽ സംസാരിച്ച് ഒരു ഡീലിലെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ഗൗരവതരവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളല്ലേ ഇത്? അപ്പോൾ ഈ ആരോപണങ്ങൾ അടങ്ങുന്ന ഭാഗം, ADGP S ശ്രീജിത്തിനെ കുറിച്ചിട്ട് പറയുന്ന ഭാഗം, അയാൾ കേസ് അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം, അയാളുടെ സഹോദരിയെക്കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്ന ഭാഗം, അതെല്ലാം തന്നെ ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ വിശകലനത്തിൽ വരാതിരുന്നത് മനഃപൂർവ്വമല്ല എന്നും അത് ശ്രീജിത്ത് പണിക്കർ തുടർന്ന് ചെയ്യും എന്നുമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ വിശകലനം അവസാനിച്ചു. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അതിനകത്ത് ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ വിശകലനത്തിൽ ചില ഭാഗങ്ങൾ ശ്രീജിത്ത് പണിക്കരും മനഃപൂർവ്വമായി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. കോടതിയുടെ വിധിന്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ADGP ശ്രീജിത്തുമായി ബന്ധപ്പെട്ടും അയാളുടെ സഹോദരിയുമായി ബന്ധപ്പെട്ടും അവർ നടത്തിയ ഇടപെടലിനെ കുറിച്ചിട്ട് കോടതി പറയുന്നത് നിർണായകമായിട്ടുള്ളൊരു ഭാഗമാണ്. ആ നിർണായക ഭാഗം ശ്രീജിത്ത് പണിക്കർ
തൻ്റെ 10 ഭാഗങ്ങളുള്ള വീഡിയോ വിശകലനത്തിൽ കൊണ്ടുവരാതിരുന്നതിൽ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നത്, ഞാനത് ഇൻഅഡ്വർട്ടൻ്റ് ആയിരിക്കും, ആകസ്മികമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് ആകസ്മികമല്ല, മനഃപൂർവ്വമാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ വീഡിയോ വിശകലന പരമ്പരയിൽ അത് കൊണ്ടുവരാതിരുന്നത് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. കാരണം തൻ്റെ വീഡിയോ പരമ്പര അവസാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കരുടെ വിശ്വാസയോഗ്യത, ശ്രീജിത്ത് പണിക്കരുടെ ക്രെഡിബിലിറ്റിയിൽ വലിയൊരു ഡെൻഡ് ഉണ്ടായിരിക്കുന്നു. വലിയൊരു ഒരു 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 ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം അവിടെ സംഭവിച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഇനി പഴയതുപോലെ ശ്രീജിത്ത് പണിക്കരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? ശ്രീജിത്ത് പണിക്കരുടെ വിശ്വാസ്യതയ്ക്ക് ഈ ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ വിശകലനത്തിൽ ADGP ശ്രീജിത്തും അദ്ദേഹത്തിൻ്റെ സഹോദരിയുമൊക്കെയായി ബന്ധപ്പെട്ട ഭാഗം മനഃപൂർവ്വം ഒഴിവാക്കിയതിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ പ്രേക്ഷകരെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഴയതുപോലെ ശ്രീജിത്ത് പണിക്കരെ കണ്ണുടച്ചങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഉള്ള വിവരം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.